കേൾക്കാമെങ്കിൽ ഒരു എസ് പറയണേ. ഓക്കെ അവിനാഷ്. ഓക്കെ അവിനാഷ്. ഓക്കെ. അപ്പോഴേ നമുക്ക് ഇന്ന് ഹിന്ദുവിന്റെ പിന്നീട് ഒരു റിവ്യൂ ഫാസ്റ്റ് ആയിട്ട് നടത്താൻ. അപ്പം അതാണ് നമ്മളുടെ ഇന്നത്തെ എയിം എന്ന് പറയുന്നത്. അപ്പം ഞാനത് മുൻകൂട്ടി ഇന്നലെ ജസ്റ്റ് പറഞ്ഞിരുന്നതാണ് 9:30 ശേഷം കാണുമെന്ന്. പക്ഷെ ഞാൻ ഇന്ന് എക്സാക്ട് ടൈം എപ്പോഴാണെന്ന് ഇട്ടില്ലായിരുന്നു. അത് കുഴപ്പമില്ല, ഞാൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാ. കാരണം എനിക്ക് എപ്പോഴും ക്ലാസ് എടുക്കാൻ പറ്റുമെന്ന് ഒരു ഷുവർട്ടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാ. പക്ഷെ ഇതിന്റെ റെക്കോർഡഡ് ആയിട്ടുള്ള കാര്യം പബ്ലിക്കായിട്ട് തന്നെ യൂട്യൂബിൽ നമ്മൾ ഇത് റെക്കോർഡ് ചെയ്തിടും. അപ്പം ബാക്കിയുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം. ഓക്കെ, ഞാനിപ്പം ഒരു കാര്യം ചെയ്യാം. പെട്ടെന്ന് ഇന്നത്തെ ഹിന്ദു ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, പിന്നീട് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട്. അപ്പൊ നമുക്ക് ഒരു മാക്സിമം 30 മിനിറ്റ്സിൽ പിന്നീട് ഇന്നത്തെ പത്രത്തിന്റെ റിവ്യൂ കംപ്ലീറ്റ് ചെയ്യാം. കാര്യം വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പ്രധാനപ്പെട്ട ചില ന്യൂസുകളുണ്ട്. അപ്പം എനിക്ക് 2 എയിമാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഹിന്ദു ന്യൂസ് പേപ്പർ നന്നായിട്ട് വായിക്കാൻ നിങ്ങൾ പഠിക്കുക. 2 പറയുന്നത് പിന്നീട് ഹിന്ദുവിന്റെ ന്യൂസ് പേപ്പർ വായിക്കാൻ നന്നായിട്ട് പഠിക്കുന്നതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സും മനസ്സിലാക്കുക. അപ്പൊ ഇത് 2 ഇതിന്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് പിന്നീട് ഞാൻ സ്ക്രീൻ പ്രസന്റ് ചെയ്യാം. ഓക്കെ, കാണാമോ? ഇന്നത്തെ ഹിന്ദു കാണാമോ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ പിന്നീട് നിങ്ങൾക്ക് കാണാം എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഹിന്ദു പത്രം എടുക്കുമ്പോ ഇന്നത്തെ ഹിന്ദുവിന്റെ ഫ്രണ്ട് പേജ് ഇതാണ്. അപ്പോ ഇത് ട്രിവാൻഡ്രം എഡിഷൻ ആണ്. ട്രിവാൻഡ്രം എഡിഷന്റെ ഫ്രണ്ട് പേജ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പേജ് എടുക്കുമ്പോൾ മെയിൻ ന്യൂസ് എന്ന് പറയുന്നത് ഈ ന്യൂസ് ആണ്. ഞാനിതാ ഇവിടെ നിങ്ങൾക്ക് കാണാതിരിക്കും. ആ ന്യൂസ് ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോ ഇവിടെ വന്നിട്ടുണ്ട് ആ ന്യൂസ്. ജോയ് ബൈഡൻ പ്ലഡ്ജസ് ടു യുണൈറ്റ് അമേരിക്ക എന്ന് പറയുന്ന ന്യൂസ് ആണ് ഫ്രണ്ട് പേജിൽ മെയിൻ ന്യൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. He calls for end to era of demonization even as Trump refuses to concede എന്ന് പറയുന്ന ന്യൂസ് കാണാം. അത് എന്തിനെ കുറിച്ചാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായിട്ട് ജോയ് ബിഡൻ, പഴയ ബരാക് ഒബാമയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ബരാക് ഒബാമ എല്ലാവർക്കും അറിയാം, US-ന്റെ ഫോമർ പ്രസിഡന്റ്. ട്രംപിന് തൊട്ട് മുമ്പ് വരുന്ന പ്രസിഡന്റ് ആണ്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരുന്നു. പിന്നീട് ബരാക് ഒബാമ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് US-ന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ജോയ് ബിഡൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ US പ്രസിഡന്റ്. അതുപോലെ US-ന്റെ ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ്മാരിൽ ഒരാളുമാണ് ഈ ജോയ് ബിഡൻ. അപ്പം അദ്ദേഹം ഏത് പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആണ്. അവിടെ മെയിൻ ആയിട്ട് 2 പാർട്ടികളാണ് US-ൽ. അതൊക്കെയാണ് ഇതിൽ അറിയേണ്ടത്. US-ലെ മെയിൻ ആയിട്ടുള്ള 2 പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടി നമ്മളുടെ ഡൊണാൾഡ് ട്രംപിന്റെ പാർട്ടിയാണ്. ഒബാമയുടെയും ജോയ് ബിഡന്റെയൊക്കെ പാർട്ടിയാണ് ഡെമോക്രാറ്റിക് പാർട്ടി. അപ്പൊ US-ന്റെ എത്രാമത് പ്രസിഡന്റ് ആണ് പിന്നീട് ജോയ് ബിഡൻ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. US-ന്റെ എത്രാമത്തെ പ്രസിഡന്റ് ആണ് ജോയ് ബിഡൻ? 46th പ്രസിഡന്റ് ആണ്. US-ന്റെ എത്രാമത്തെ പ്രസിഡന്റ് ആണ്? 46th പ്രസിഡന്റ് ആണ്. 46th പ്രസിഡന്റ് ആണ് ജോയ് ബിഡൻ എന്ന് പറയുന്നത്. 46ാമത് പ്രസിഡന്റ് ആണ്. US-ന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആരാണെന്ന് അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാമോ? US-ന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്ന് കമന്റ് ചെയ്തേ. ആർക്കും അറിയത്തില്ലേ? പെട്ടെന്ന് കമന്റ് ചെയ്യാൻ ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ. ജോർജ് വാഷിംഗ്ടൺ. അവിനാഷ് ചന്ദ്ര കമന്റ് ചെയ്തത് ശരിയാണ്. ജോർജ് വാഷിംഗ്ടൺ ആണ് US-ന്റെ ആദ്യത്തെ പ്രസിഡന്റ്. അമേരിക്കയുടെ ക്യാപിറ്റലിന്റെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ക്യാപിറ്റലിന്റെ നെയിമും ആദ്യത്തെ പ്രസിഡന്റിന്റെ നെയിമാണ്. ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് വാഷിംഗ്ടന്റെ പേരാണ് US-ന്റെ ക്യാപിറ്റൽ വാഷിംഗ്ടൺ എന്ന പേര് വരാനുള്ള കാരണം. US-ലെ ഏറ്റവും വലിയ സിറ്റി ന്യൂയോർക്കാണ്. വേൾഡിൽ തന്നെ ഏറ്റവും വലിയ സിറ്റി ന്യൂയോർക്കാണ്. വേൾഡിലെ ബിഗ്ഗസ്റ്റ് സിറ്റി അല്ലെങ്കിൽ ലാർജസ്റ്റ് സിറ്റി എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന്റെ ആൻസർ ന്യൂയോർക്കാണ്. പക്ഷെ ന്യൂയോർക്ക് അല്ല US-ന്റെ ക്യാപിറ്റൽ. US-ന്റെ ക്യാപിറ്റൽ വാഷിംഗ്ടൺ ആണ്. ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിറ്റി
മുംബൈ ആണ്. പക്ഷെ ഇന്ത്യയുടെ ക്യാപിറ്റൽ ഡൽഹി ആണല്ലോ. പറഞ്ഞതുപോലെ വേൾഡിലെ ഏറ്റവും വലിയ സിറ്റി ന്യൂയോർക്ക് ആണെങ്കിലും വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് എക്കോണമിയായ US-ന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വാഷിംഗ്ടൺ ആണ്. വാഷിംഗ്ടൺ എന്ന് പേര് വരാൻ കാരണം പിന്നീട് ആദ്യത്തെ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ ആയിരുന്നത് കൊണ്ടാണ് ക്യാപിറ്റൽ വാഷിംഗ്ടൺ എന്ന പേര് വന്നത്. US-ന്റെ ആദ്യത്തെ ബ്ലാക്ക് പ്രസിഡന്റ് ആണ് ബരാക് ഒബാമ. US-ന്റെ ആദ്യത്തെ ബ്ലാക്ക് പ്രസിഡന്റ് ആണ് ബരാക് ഒബാമ എന്ന് പറയുന്നത്. അതും എല്ലാവർക്കും അറിയായിരിക്കും. അതുപോലെ US-ന്റെ ആദ്യത്തെ ഫീമെയിൽ വൈസ് പ്രസിഡന്റ് ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള കമല ഹാരിസ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ജോയ് ബൈഡന്റെ റണ്ണിംഗ് മേറ്റ് ആയിരുന്ന കമല ഹാരിസ് ആണ് US-ന്റെ ആദ്യത്തെ വുമൻ വൈസ് പ്രസിഡന്റ്. ആണ് അവര്. ആദ്യത്തെ ആഫ്രോ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആണ്. അതുപോലെ ആദ്യത്തെ അമേരിക്കൻ സൗത്ത് ഏഷ്യൻ വൈസ് പ്രസിഡന്റ് ആണ്. അമേരിക്കൻ സൗത്ത് ഏഷ്യൻ വൈസ് പ്രസിഡന്റ് ആണ് അവർ ആദ്യത്തെ. അമേരിക്കൻ ആഫ്രിക്കൻ വൈസ് പ്രസിഡന്റ് ആണ് ആദ്യത്തെ. അതുപോലെ പിന്നീട് ആദ്യത്തെ വുമൻ വൈസ് പ്രസിഡന്റും ആണ് പിന്നീട് കമല ഹാരിസ്. അവര് ഇന്ത്യൻ ഒറിജിൻ ആണെന്നുള്ള കാര്യവും നിങ്ങൾക്ക് അറിയാം. അവരുടെ മദർ ചെന്നൈ ബോണാണ്. പിന്നീട് അവര് US-ലേക്ക് മൈഗ്രേറ്റ് ചെയ്തതാണ്. എന്തായാലും US-ന്റെ 46th പ്രസിഡന്റ് ആയിട്ട് ജോയ് ബൈഡൻ സെലക്ട് ആയി. അതാണ് ഫ്രണ്ട് പേജിലെ മെയിൻ ന്യൂസ് എന്ന് പറയുന്നത്. പിന്നെ സൈഡിൽ നോക്കുമ്പോൾ മറ്റൊരു ന്യൂസ് നിങ്ങൾക്ക് കാണാം. ആർമി ഓഫീസർ കിൽഡ് ഇൻ ബിഡ് ടു സ്റ്റോപ്പ് ഇൻഫിൽട്രേറ്റേഴ്സ് എന്നൊരു ന്യൂസ് കാണാം. അത് സ്ഥിരം നടക്കുന്ന സംഭവം തന്നെ. ജമ്മു ആൻഡ് കാശ്മീരില് കുപ്വാര എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജമ്മു ആൻഡ് കാശ്മീരിലെ കുപ്വാര ഡിസ്ട്രിക്റ്റില് ഇന്നലെ നടന്ന ഒരു എൻകൗണ്ടറിൽ ഇൻഫിൽട്രേഷൻ, അതായത് അതിർത്തി നമ്മളുടെ കാശ്മീരിലെ പാകിസ്ഥാൻ സൈഡിൽ നിന്ന് ഇന്ത്യൻ സൈഡിൽ കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ആൾക്കാര്. ഇൻഫിൽട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നുഴഞ്ഞുകയറ്റക്കാരാണ്. അനധികൃതമായിട്ട് ഇല്ലീഗലായിട്ട് എൻ്റർ ചെയ്യുന്ന ആൾക്കാരെയാണ് ഇൻഫിൽട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം സാധാരണ ടെററിസ്റ്റുകളാണ് പാകിസ്ഥാനിൽ അങ്ങനെ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനെ ഇൻഫിൽട്രേഷൻ തടയാൻ വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റില് ഒരു ആർമി ഓഫീസറും പിന്നീട് 2-3 ഇന്ത്യയുടെ സാധാരണ പിന്നീട് BSF ജവാന്മാരും ഒക്കെ മരിച്ചു. അപ്പൊ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ബോർഡർ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇന്ത്യൻ സൈഡിൽ BSF ആണ്. അറിഞ്ഞിരിക്കുക. അതായത് ഇവിടെ എഴുതിയിട്ടുണ്ട്. എ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് പട്രോൾ നോട്ടീസ് സസ്പീഷ്യസ് മൂവ്മെന്റ് നിയർ ദ ആന്റി ഇൻഫിൽട്രേഷൻ ഒബ്സ്റ്റക്കിൾ സിസ്റ്റം നിയർ എ ഫെൻസ് എന്ന് പറഞ്ഞ ന്യൂസ് കാണും. അപ്പൊ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അല്ലെങ്കിൽ BSF ആണ് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇന്ത്യയുടെ സൈഡില് ഇന്ത്യയും പാകിസ്ഥാനായിട്ടുള്ള ബോർഡർ പ്രൊട്ടക്ട് ചെയ്യുന്നത് BSF ആണ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. അതുപോലെ ബംഗ്ലാദേശുമായിട്ടുള്ള ഇന്ത്യയുടെ ബോർഡർ പ്രൊട്ടക്ട് ചെയ്യുന്നത് BSF ആണ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. അപ്പൊ BSF അല്ലെങ്കിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെ ഇടയിലുള്ള ബോർഡർ പ്രൊട്ടക്ട് ചെയ്യുക, അതുപോലെ ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെ ഇടയിലുള്ള ബോർഡർ പ്രൊട്ടക്ട് ചെയ്യുക. ഇത് രണ്ടുമാണ്. അപ്പൊ അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഫ്രണ്ട് പേജിൽ മറ്റൊരു ന്യൂസിൽ ഓപ്പൺ ടു SC ടു ഇനിഷ്യേറ്റ് സുവോ മോട്ടോ കണ്ടംപ്റ്റ് കേസ് അഗൈൻസ്റ്റ് ജഗൻ. അറ്റോർണി ജനറൽ AG പറഞ്ഞിരിക്കുന്നത്. ഈ AG ഇന്ത്യയുടെ അറ്റോർണി ജനറൽ, ഇന്ത്യയുടെ ഹയസ്റ്റ് ജുഡീഷ്യൽ ഓഫീസർ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഹയസ്റ്റ് ലീഗൽ ഓഫീസർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഹയസ്റ്റ് ആയിട്ടുള്ള ലീഗൽ ഓഫീസറാണ് AG അല്ലെങ്കിൽ അറ്റോർണി ജനറൽ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ അറ്റോർണി ജനറലായ KK വേണുഗോപാലിന്റെ ഫോട്ടോയും നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പം അറ്റോർണി ജനറൽ KK വേണുഗോപാൽ പറഞ്ഞിരിക്കുകയാണ് AG അനുകൂലമാണ് എന്തിന്? ഓപ്പൺ ടു SC എന്ന് പറഞ്ഞാൽ സുപ്രീം കോർട്ട് ടു ഇനിഷ്യേറ്റ് സുവോ മോട്ടോ കണ്ടംപ്റ്റ് കേസ് അഗൈൻസ്റ്റ് ജഗൻ. ജഗൻ ആരാണെന്ന് വെച്ചാൽ ജഗൻമോഹൻ റെഡ്ഡി. ജഗൻമോഹൻ റെഡ്ഡിയാണ്. ജഗൻമോഹൻ റെഡ്ഡി ആരാണ്? അറിയാവുന്ന ജഗൻമോഹൻ റെഡ്ഡി ആരാണ്? എല്ലാവർക്കും അറിയായിരിക്കും ജഗൻമോഹൻ റെഡ്ഡി ആരാണെന്ന്. അപ്പം ജഗൻമോഹൻ റെഡ്ഡി, ജഗൻ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആണ്. ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്ററായ ജഗൻമോഹൻ റെഡ്ഡിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് സുവോ മോട്ടോ എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി സ്വയം പിന്നീട് കണ്ടംപ്റ്റ് കേസ് എടുക്കുന്നതിന് AG അനുകൂലമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. AG എന്ന് പറഞ്ഞാൽ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, അത് KK വേണുഗോപാലാണ്. അപ്പം എന്താണ് ജഗൻമോഹൻ റെഡ്ഡി ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ചെയ്ത കുറ്റം എന്ന് ചോദിച്ചാല്, സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയായ NV രമണ, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് പാരഗ്രാഫിന്റെ എൻഡില് NV രമണ എന്ന് പറയുന്ന സുപ്രീം കോർട്ടിലെ ഒരു ജഡ്ജിന് അഗെയിൻസ്റ്റ് ആയിട്ട് കറപ്ഷൻ അലിഗേഷൻസ് ഉന്നയിച്ചു ചീഫ് മിനിസ്റ്റർ ഓഫ് ആന്ധ്രാപ്രദേശ് ജഗൻമോഹൻ റെഡ്ഡി. അത് ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം സുപ്രീം കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസിന് ലെറ്റർ എഴുതി. അപ്പം അതാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള മെയിൻ കുറ്റം എന്ന് പറയുന്നത്, മെയിൻ ആയിട്ടുള്ള പിന്നീട് അദ്ദേഹം ചെയ്ത തെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സുപ്രീം കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് അറിയാൻ കമന്റ് ചെയ്ത്. സുപ്രീം കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസ്
അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നവരാണ്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ് ഇപ്പോ? ആരും ഒന്നും മിണ്ടുന്നില്ല. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരെന്ന് അറിയത്തില്ല ആർക്കും? സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? എസ് എ ബോബ്ഡെ, ശരത് അരവിന്ദ് ബോബ്ഡെ. എസ് എ ബോബ്ഡെ. ലക്ഷ്മി ടി കമന്റ് ചെയ്തു, ശരിയാണ്. എസ് എ ബോബ്ഡെ, BOBDE, എസ് എ ബോബ്ഡെ, ശരത് അരവിന്ദ് ബോബ്ഡെ ആണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. എസ് എ ബോബ്ഡെ, ശരത് അരവിന്ദ് ബോബ്ഡെ, BOBDE. അത് ഞാനിപ്പോ ക്ലിക്ക് ചെയ്തിരിക്കുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ ക്രോപ്സ് കമാൻഡർ ടോക്സ് ഫെയർ കാൻഡിഡ് കൺസ്ട്രക്റ്റീവ് എന്ന് പറയുന്ന ഒരു ന്യൂസ് ആണ്. മെയിൻ ഹെഡിങ് അതാണ്. ക്രോപ്സ് കമാൻഡർ കോർപ്സ് കമാൻഡർ ടോക്സ് വെയർ കാൻഡിഡ് കൺസ്ട്രക്റ്റീവ് എന്ന് പറയുന്ന ന്യൂസ് എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയില് കുറെ പ്രോബ്ലംസ് ഉണ്ട്. ബോർഡറിൽ ഇന്ത്യയുടെ ലഡാക്ക് മേഖലയിലുള്ള, കാശ്മീരിലുള്ള ലഡാക്ക് മേഖലയിലുള്ള കുറെ ബോർഡർ ചൈന ഇൻഫിൽട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ചൈന പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ്. അവിടെ ഇപ്പൊ വലിയ ഒരു എന്താ പറയുന്നത്, ഒരു സംഘർഷം നിലനിൽക്കുന്നുണ്ട്. അവിടെ വാർ ലൈക്ക് സിറ്റുവേഷൻ ആണ്. അപ്പം അവിടെ പീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെയും ചൈനയുടെയും കോർപ്സ് കമാൻഡേഴ്സ് ടോക്സ് നടത്തി. അത് വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ടോക്ക് ആയിരുന്നു എന്നാണ് ന്യൂസ് ഉള്ളതെന്ന് വെച്ചാൽ ഫ്രണ്ട് പേജിൽ. അപ്പൊ ഫ്രണ്ട് പേജിലെ ന്യൂസുകൾ ഇതൊക്കെയായിരുന്നു. ജോയ് ബൈഡൻ US പ്രസിഡന്റ് ആവുന്നു, ആർമി ഓഫീസർ കാശ്മീരിൽ കൊല്ലപ്പെട്ടു, അതുപോലെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ KK വേണുഗോപാലിന്റെ ഒരു ഫോട്ടോ ഇവിടെ ഉണ്ട്. എന്നിട്ട് ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ജഗൻമോഹൻ റെഡ്ഡിക്ക് അഗേൻസ്റ്റ് ആയിട്ട് സുപ്രീം കോടതി അലക്ഷ്യം ചുമത്തുന്നതിൽ AGക്ക് എതിർപ്പില്ല, അറ്റോർണി ജനറൽ എതിർപ്പില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇന്ത്യയുടെയും ചൈനയുടെയും കോർപ്സ് കമാൻഡർ ടോക്സ് നടന്നു എന്ന് ഇത്രയും ന്യൂസുകളാണ് ഫ്രണ്ട് പേജിലുള്ളത്. ഇത് മാത്രമാണ് നമുക്ക് ഫ്രണ്ട് പേജിൽ നോക്കാനുള്ളത്. എന്നിട്ട് ഞാനിപ്പോ അടുത്ത പേജ് എടുക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കൊള്ളാം. ഈ അടുത്ത പേജിൽ കണ്ടോ, ഈ ന്യൂസിന്റെ ഏറ്റവും മുകളിൽ, ആ പേജിന്റെ ഏറ്റവും മുകളിൽ തിരുവനന്തപുരം എന്ന് എഴുതിയിട്ടുണ്ട്. തിരുവനന്തപുരം എന്ന് പറയുന്ന പേജ് നമുക്ക് ഒരിക്കലും വേണ്ട. കാരണം നമ്മളുടെ ബാങ്ക് ടെസ്റ്റിനോ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ റെയിൽവേ എക്സാമിനോ ഒന്നും ലോക്കൽ ന്യൂസുകൾ, റീജിയണൽ ന്യൂസുകൾ ചോദിക്കില്ല. അതുകൊണ്ട് തിരുവനന്തപുരം എന്ന് എഴുതിയിരിക്കുന്ന പേജ് വേണ്ട. അതിന് തൊട്ടടുത്ത പേജിലേക്ക് നമ്മൾ പോകുന്നു. അവിടെയും ആ പേജിന്റെ ന്യൂസിന്റെയും ഏറ്റവും മുകളിൽ തിരുവനന്തപുരം എന്ന് എഴുതിയിട്ടുണ്ട്. ഈ തിരുവനന്തപുരം എന്നെഴുതിയ പേജ് നമുക്ക് വേണ്ട. അതുകൊണ്ട് അവിടെയും നമ്മൾ വിടുകയാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ അതിന്റെ മുകളിൽ കേരള എന്നാണ് എഴുതിയേക്കുന്നത്. അതായത് കേരള ബേസ്ഡ് ന്യൂസുകളാണ്. അതും നമ്മുടെ നാഷണൽ ലെവലിലുള്ള ബാങ്ക് ടെസ്റ്റുകൾക്കോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ടെസ്റ്റുകൾക്കോ ഒന്നും ചോദിക്കത്തില്ല. അതുകൊണ്ട് കേരള പേജും നമ്മൾ വിടുകയാണ്. അതിനടുത്ത പേജിലും ഇതുപോലെ പിന്നെ അതിനടുത്ത പേജ് എഡ്യൂക്കേഷൻ പ്ലസ് എന്ന് പറയുന്ന ഒരു സപ്ലിമെന്റ് ആണ്. അതും നമുക്ക് താല്പര്യമുള്ളവർ വായിച്ചാൽ മതി. അതിലല്ലാതെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ക്വസ്റ്റ്യൻസ് ഒന്നും വരാനില്ല. ഇനി നമ്മളപ്പം അടുത്ത പേജ് നമുക്ക് ആവശ്യമുള്ള പറഞ്ഞത് 6th പേജാണ്, എഡിറ്റോറിയൽ പേജാണ്. അപ്പൊ 6th പേജ് എഡിറ്റോറിയൽ പേജ് നോക്കുമ്പോൾ ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ഇന്ത്യ ആൻഡ് ബിഡൻ എന്ന് പറഞ്ഞ, പിന്നീട് ബിഡൻ പോലെ ബൈഡൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി വായിക്കാം. അപ്പൊ ഇത് എന്താണെന്ന് വെച്ചാൽ, ജോയ് ബിഡൻ അല്ലെങ്കിൽ ജോയ് ബൈഡൻ US പ്രസിഡന്റ് ആകുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി എന്തൊക്കെയാണ് അദ്ദേഹത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് ആണ്. കാരണം US പ്രസിഡന്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് ഇരിക്കുന്ന സമയത്ത്, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപ് ഇരിക്കുന്ന സമയത്ത് ഇന്ത്യയുമായിട്ട് വളരെ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ആണ് അദ്ദേഹം ഉണ്ടാക്കിയിരുന്നത്. എസ്പെഷ്യലി ചൈനയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വളരെ ഓപ്പൺ ആയിട്ട് ക്രിറ്റിസിസംസ് പറഞ്ഞിരുന്ന US പ്രസിഡന്റ് ആയിരുന്നു ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കൗണ്ടർ വെയിറ്റ് ആയിട്ട് ആണ് അദ്ദേഹം സൗത്ത് ഏഷ്യയിൽ ഇന്ത്യയെ കണ്ടിരുന്നത്, അല്ലെങ്കിൽ ഏഷ്യയിൽ ഇന്ത്യയെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇന്ത്യ അനുകൂലമായിട്ടുള്ള നിലപാടുകളിൽ കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ജോയ് ബിഡൻ എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പിന്നെ കാൻഡിഡേറ്റ് US പ്രസിഡന്റായിട്ട് വരുമ്പോൾ ഈ സെയിം ആയിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് പോളിസി ആയിരിക്കുമോ ഇന്ത്യയോട് തുടരുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പുമില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു ആന്റി ഇന്ത്യ സ്റ്റാൻഡ് US എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം US ഏറ്റവും വലിയ ത്രെട്ട് എന്ന് പറയുന്നത് ചൈനയാണ്. ചൈനയ്ക്ക് അഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരു കൗണ്ടർ വെയിറ്റ് ആയിട്ടാണ് ഇന്ത്യയെ കൺസിഡർ ചെയ്യുന്നത് US. അത് ഏത് ഗവൺമെന്റുകൾ അവിടെ അധികാരത്തിൽ വന്നാലും അത്തരത്തിലുള്ളൊരു നിലപാട് മാത്രമേ ഇനി US എടുക്കാൻ പറ്റൂ. ബിക്കോസ് US സൂപ്പർ പവർ സ്റ്റാറ്റസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരേ ഒരു പവർ ഇപ്പോൾ വേൾഡിലുള്ളൂ, ദാറ്റ് ഈസ് ചൈന. ചൈനയ്ക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ഏഷ്യയിൽ അതേ രീതിയിലുള്ള ഒരു പവർ എന്ന് പറയുമ്പോഴത്തേക്ക്, ചൈനയുടെ അത്രയും വലിയ എക്കോണമി ഒന്നും അല്ല ഇന്ത്യയുടേത്. ബട്ട് സ്റ്റിൽ ചൈനയുടെ പോപ്പുലേഷൻ ഇക്വലന്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഇന്ത്യക്കുണ്ട്. ചൈനയുടെ ജിയോഗ്രഫിക്കൽ സ്പ്രെഡ് അല്ലെങ്കിൽ അതിന്റെ ഏരിയ ഏകദേശം നിൽക്കുന്ന ഒരു ഏരിയ ഉള്ള ഒരു ബിഗ് കൺട്രിയാണ് ഇന്ത്യ. അതുപോലെ ഡിഫൻസ് പവർ ഒക്കെ എടുത്ത് നോക്കിയാൽ വേൾഡിലെ ഏറ്റവും
വലിയ 5 അല്ലെങ്കിൽ 6 പവേഴ്സ് എടുത്താൽ അതിലൊന്ന് ഇന്ത്യയാണ്. അപ്പൊ എല്ലാ രീതിയിലും US-ന്റെ ഇൻട്രസ്റ്റുകൾ ഏഷ്യയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ അവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് ഇന്ത്യ ആയിരിക്കും. അതുകൊണ്ട് ജോയ് ബിഡൻ അല്ല, ഡൊണാൾഡ് ട്രംപ് അല്ല, നാളെ കമലാ ഹാരിസ് US-ന്റെ പ്രസിഡന്റ് ആയാലും ഓപ്പൺ ആയിട്ടുള്ള ഒരു ആന്റി ഇന്ത്യ സ്റ്റാൻഡ് എടുക്കാൻ US എന്ന് പറയുന്ന കൺട്രിയിൽ തലപ്പത്ത് വരുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഒരു റിയാലിറ്റി. അപ്പോൾ ആ ഒരു എഡിറ്റോറിയലാണ് ഒന്നാമത്തെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് വാക്ക് ദ ടോക്ക് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ഈ വാക്ക് ദ ടോക്ക് എന്ന് പറയുന്ന എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത് വെച്ചാൽ, ഇന്ത്യ മസ്റ്റ്, ആ വാക്ക് ദ ടോക്ക് എന്ന് പറയുന്ന എഡിറ്റോറിയലിന്റെ താഴത്തെ സെന്റൻസ് നോക്കിയേ, ഇന്ത്യ മസ്റ്റ് എൻഷുർ റെഗുലേറ്ററി സർട്ടൻറ്റി വൈൽ സീക്കിംഗ് ടു ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു സെന്റൻസിൽ അത് തുടങ്ങുന്നത്. അതായത് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിനെ ഇന്ത്യയിലേക്ക് അട്രാക്ട് ചെയ്യാനാണ് ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിനെ ഇന്ത്യയിലേക്ക് അട്രാക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നരേന്ദ്രമോദി, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ, പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഈ ഇടയ്ക്ക് ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റർ സമ്മിറ്റ് ഓൺലൈൻ വഴി അറ്റൻഡ് ചെയ്തു. അപ്പൊ അതിൽ അദ്ദേഹം ഈ കോവിഡ് പ്രോബ്ലത്തിന്റെ ഇടയിലും ഇന്ത്യ ഒരുപാട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, FDI എന്ന് പറയാം, FDIയുടെ എക്സ്പാൻഷൻ ആണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഇന്ത്യക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒത്തിരി കിട്ടി കോവിഡ് പ്രോബ്ലം ഉണ്ടായ സമയത്ത് പോലും എന്ന് മോഡി പ്രസംഗിച്ചു. അദ്ദേഹം ഒരു ഓൺലൈൻ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട്. അപ്പം പക്ഷെ അതൊക്കെ പിന്നീട് ഹിന്ദുവിന്റെ സെക്കൻഡ് എഡിറ്റോറിയൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതില് മെജോറിറ്റി ഇൻവെസ്റ്റ്മെന്റും ഫോറിൻ കൺട്രീസിൽ നിന്ന് വന്നിരുന്നത് ഒരു സിംഗിൾ എന്റിറ്റിയിലാണ്. ആ സിംഗിൾ എന്റിറ്റി ഏതാണെന്ന് വെച്ചാൽ റിലയൻസിന്റെ, മുകേഷ് അംബാനിയുടെ റിലയൻസിന്റെ ജിയോ എന്ന് പറയുന്ന കമ്പനിയിലേക്കാണ് ഈ പറഞ്ഞ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്, നേരിട്ടുള്ള വിദേശ നിക്ഷേപം എന്നാണ് അതിന്റെ മലയാളം എന്ന് പറയുന്നത്. ഈ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം ഏറ്റവും കൂടുതൽ വന്നത് ഇന്ത്യയിലെ ജിയോ എന്ന് പറയുന്ന കമ്പനിയിലായതുകൊണ്ട് തന്നെ അതിൽ ഗവൺമെന്റ് ഒരുപാടൊന്നും അഭിമാനിക്കാനൊന്നുമില്ല. കാരണം ഒരു സിംഗിൾ കമ്പനിയുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ഫോറിൻ കൺട്രീസ് അവരുടെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആ കമ്പനിയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ അത് ഇന്ത്യയുടെ മൊത്തം ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ക്ലൈമറ്റും ആ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്നാലും നമ്മൾ ഈ ഒരുപാട് കാര്യങ്ങൾ പിന്നീട് ചെയ്തെങ്കിൽ മാത്രമേ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിന്റെ അട്രാക്ഷൻ അല്ലെങ്കിൽ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറും എന്നുള്ള രീതിയിലുള്ള ഒരു എഡിറ്റോറിയലാണ് വാക്ക് ദ ടോക്ക് എന്ന് പറയുന്ന എഡിറ്റോറിയൽ. അതായത് സംസാരിക്കുന്നത് പ്രവൃത്തി കൂടെ നമ്മളെ ഗവൺമെന്റ് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ആ എഡിറ്റോറിയലിന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനിതൊക്കെ പറഞ്ഞിരുന്നത്, നിങ്ങൾ ഈ ഹിന്ദു ഓരോ ദിവസവും വായിക്കുമ്പോൾ, ഞാനിനി എല്ലാ ദിവസവും ഇതുപോലെ രാത്രി ഒരു 9:45 ടൈമിൽ ഹിന്ദു ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇനി ഈ എഡിറ്റോറിയൽസ് ഒന്ന് വായിച്ചു നോക്കി. ഇന്ത്യ ആൻഡ് ബിഡൻ എന്ന് പറയുന്ന എഡിറ്റോറിയൽ അല്ലെങ്കിൽ വാക്ക് ദ ടോക്ക് എന്ന് പറയുന്ന എഡിറ്റോറിയൽ, ഇതൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കണ്ടന്റിനെ കുറിച്ച് ഏകദേശം ഐഡിയ കാണും. അതിനുശേഷം നിങ്ങൾ ഇത് വായിക്കാൻ തുടങ്ങുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇത് വായിക്കുന്നത്. ഓക്കെ, അല്ല ഇത് ഓരോന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും FDI ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ആണ് സെക്കൻഡ് എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയിലേക്കുള്ള FDI ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചാണ് സെക്കൻഡ് എഡിറ്റോറിയൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് എഡിറ്റോറിയൽ US-ന്റെ 46th പ്രസിഡന്റ് ആയിട്ട് അധികാരമേൽക്കാൻ പോകുന്ന ജോയ് ബിഡൻ എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സാരഥി, ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പിന്നീട് ലീഡർ, ഇന്ത്യയോടുള്ള അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് എന്തായിരിക്കും, ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിൽ ഇന്ത്യയുമായിട്ട് അദ്ദേഹം ഡൊണാൾഡ് ട്രംപ് പുലർത്തിയിരുന്ന പോലെ ഒരു ഹോട്ട് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പുലർത്തുമോ, ഇതിനെ കുറിച്ചാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. അതുപോലെ ദ US വോട്ട് ഈസ് അബൌട്ട് ബിൽഡിംഗ് ബാക്ക് ബെറ്റർ എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ കാണാം. എഡിറ്റോറിയൽ അല്ല, എഡിറ്റോറിയൽ ഇപ്പുറത്തെ ആയിട്ട് ദ US വോട്ട് ഈസ് അബൌട്ട് ബിൽഡിംഗ് ബാക്ക് ബെറ്റർ എന്ന് പറഞ്ഞൊരു എഡിറ്റോറിയൽ. എഡിറ്റോറിയൽ അല്ല, അതൊരു ന്യൂസ് ആർട്ടിക്കിൾ ആണ്. അതും നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വായിച്ചാൽ മതി. അതിൽ നമുക്ക് വായിച്ചാൽ നമ്മുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ആവും, ഒപ്പം തന്നെ നമുക്ക് ഒരുപാട് വൊക്കാബുലറി കിട്ടും, ഒപ്പം തന്നെ നമുക്ക് US-ലെ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനിൽ നടന്ന കുറെ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അറിവും കിട്ടും. പക്ഷെ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഒന്നും എക്സാമിന് വരാനൊന്നുമില്ല. അതൊരു ന്യൂസ് അനാലിസിസ് ആണ്, US-ന്റെ പ്രസിഡൻഷ്യൽ ഇലക്ഷനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് ആണ്. അതുപോലെ അതിന് തൊട്ടടുത്തുള്ള ടേണിംഗ് ദ സ്പോട്ട്ലൈറ്റ് ഓൺ അമേരിക്കാസ് ഇലക്ഷൻ കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഇലക്ഷൻ നടത്താൻ ഒരു സെൻട്രലൈസ്ഡ് ഏജൻസി ഉണ്ട്. അവരുടെ പവർ എന്ന് പറയുന്നത് ഇമ്മൻസ് പവറാണ്. അവർ ഇമ്മൻസ്ലി പവർഫുൾ ആണ്.
നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർക്കിടെക്റ്റ് ആയ ഡോക്ടർ BR അംബേദ്കറിന്റെ നേതൃത്വത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്തത് അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തത്. അപ്പൊ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്ത കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വളരെ വ്യക്തമായിട്ട് ഒരു നിലപാടെടുത്തു. ഇന്ത്യയിൽ ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ബോഡി വേണമെന്നും അവരിൽ മാത്രമായിരിക്കും ആ ഇലക്ഷൻ നടത്താനുള്ള റൈറ്റ്സ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നും ആ റൈറ്റ്സ് അവരുടെ പിന്നീട് പവേഴ്സിൽ മറ്റാരും കൈകടത്താൻ പാടില്ല എന്നും തീരുമാനിക്കുകയും വളരെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഏജൻസി ഉണ്ടാക്കാൻ തീരുമാനിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഭവം അധികാരത്തിൽ വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം രൂപീകരിക്കപ്പെടുന്നത്. അപ്പൊ ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ ഓരോ ഇലക്ഷൻസ് നടന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇപ്പം നടത്തിയ ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ബീഹാർ ഇലക്ഷൻ ആണ്. ആ ബീഹാർ ഇലക്ഷന്റെ കൗണ്ടിങ് ആണ് നാളെ ബീഹാർ ഇലക്ഷന്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യും. ബീഹാറിൽ 15 years ആയിട്ട് ജനതാദൾ യുണൈറ്റഡ് എന്ന് പറയുന്ന പാർട്ടിയുടെ നിതീഷ് കുമാറാണ് ചീഫ് മിനിസ്റ്റർ. അദ്ദേഹത്തിന്റെ അലയൻസ് പാർട്ണറാണ് BJP, ഭാരതീയ ജനതാ പാർട്ടി. ഇന്ത്യയുടെ റൂളിംഗ് പാർട്ടിയായ BJP എന്ന് പറയുന്നത് ബീഹാറിലെ ഒരു അലയൻസ് പാർട്ണർ മാത്രമാണ്. പക്ഷെ ബീഹാർ കഴിഞ്ഞ 15 years ആയിട്ട് ഭരിക്കുന്നത് JDU, ജനതാദൾ യുണൈറ്റഡ് എന്ന് പറയുന്ന പാർട്ടിയുടെ നിതീഷ് കുമാർ എന്ന് പറയുന്ന ചീഫ് മിനിസ്റ്റർ ആണ്. പക്ഷേ നാളെ റിസൾട്ട് വരുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് തിരിച്ചടി നേരിടുകയും ലാലു പ്രസാദ് യാദവ് എന്ന് പറയുന്ന ബീഹാറി പൊളിറ്റീഷ്യൻ രൂപം കൊടുത്ത പാർട്ടിയായ RJD, രാഷ്ട്രീയ ജനതാദൾ എന്നാണ് ആ പാർട്ടിയുടെ പേര്. ലാലു പ്രസാദ് യാദവ് ഇപ്പം ജയിലിലാണ്. കറപ്ഷൻ കേസിൽ ഒരുപാട് കറപ്ഷൻ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് അദ്ദേഹം ജാർഖണ്ഡിലെ റാഞ്ചിയിലെ ഒരു ജയിലിലാണ് അദ്ദേഹത്തിനെ പാർപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകനും വെറും 31 വയസ്സ് മാത്രം പ്രായമുള്ള ആളുമായ തേജസ്വി യാദവ് എന്ന് പറയുന്ന ആൾ മിക്കവാറും ബീഹാറിന്റെ ചീഫ് മിനിസ്റ്റർ ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നത്. അപ്പം നിതീഷ് കുമാറിന്റെ 15 years റൂൾ എൻഡ് ചെയ്തിട്ട് അവിടെ പിന്നീട് മിക്കവാറും RJDയുടെ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെ ചെയ്യുന്നതാരാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. ഇപ്പൊ ബീഹാറിൽ ഇലക്ഷൻ കഴിഞ്ഞു, നാളെ ഇലക്ഷന്റെ കൗണ്ടിങ് ആണ്. ഇതെല്ലാം ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. ആ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അധികാര പരിധിയിൽ കൈകടത്താൻ ആർക്കും അവകാശമില്ലെന്ന് മാത്രമല്ല, അവിടെ ഇന്ത്യയിലെ സിസ്റ്റം അനുസരിച്ച് ഇവിടെ ഇന്ത്യയിൽ ഒരു ഇലക്ഷന്റെ റിസൾട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഡിക്ലെയർ ചെയ്തതിനു ശേഷം മാത്രമേ ആ ഇലക്ഷൻ റിസൾട്ടിന് അഗേൻസ്റ്റ് ആയിട്ട് കോടതിയിൽ പോകാൻ പറ്റൂ. ഇപ്പോ ഇവിടെ ഞാനിപ്പം താമസിക്കുന്ന വർക്കല ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ അണ്ടറിൽ വരുന്ന സ്ഥലത്താണ്. അപ്പൊ വർക്കലത്ത് MLA ഇലക്ട് ചെയ്തപ്പോ അതില് MLA ഇലക്ട് ചെയ്ത് വിന്നറെ ഡിക്ലെയർ ചെയ്തതിനു ശേഷം മാത്രമേ ആ വിന്നറിന്റെ ഡിക്ലെയർ ചെയ്തതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് കോടതിയിൽ പോകാൻ പറ്റും. പക്ഷെ US അങ്ങനെയല്ല. US നിങ്ങൾ ഇപ്പൊ കണ്ട കാര്യമാണ്. ഡൊണാൾഡ് ട്രംപ് ഇലക്ഷൻ ഔദ്യോഗികമായിട്ട് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്ത് ജോയ് ബിഡനെ നെക്സ്റ്റ് പ്രസിഡന്റ് ആയിട്ട് അവിടെ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ട് പോലുമില്ല. കൗണ്ടിങ് നടന്നിരിക്കുന്ന സമയത്ത് ട്രംപ് കോടതിയെ അപ്രോച്ച് ചെയ്തു, കോർട്ടിനെ അപ്രോച്ച് ചെയ്തു. ഈ ഇലക്ഷനിൽ റിഗ്ഗിങ് നടന്നിട്ടുണ്ട്, ഇലക്ഷനിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കൗണ്ടിങ് നടക്കുന്ന സമയത്ത് തന്നെ ട്രംപ് കോടതിയെ അപ്രോച്ച് ചെയ്തു. പക്ഷെ അതിനുള്ള റൈറ്റ് ഇന്ത്യയിലില്ല. കൗണ്ടിങ് നടക്കുമ്പോൾ ആ കൗണ്ടിങ്ങിനെ ഒബ്സ്ട്രക്ട് ചെയ്തുകൊണ്ട് കോടതിയിൽ അപ്രോച്ച് ചെയ്യാൻ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ അപ്രോച്ച് ചെയ്യാൻ പറ്റൂ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇത് നവീൻ ചൗളയാണ്, ഇന്ത്യയുടെ ഫോമർ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതെന്ന് വെച്ചാൽ നവീൻ ചൗളയുടെ ഫോട്ടോയാണ്. ഇതിന്റെ ഫോമർ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ല, ഇത് റിട്ടയർഡ് ആണ് അദ്ദേഹം, നവീൻ B. ചൗള. ഫോമർ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് അദ്ദേഹം. ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണെന്നെങ്കിൽ പലർക്കും അറിയായിരിക്കും. അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ പറയാം. സുനിൽ അറോറയാണ് ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. സുനിൽ അറോറ. ഇപ്പൊ പഴയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നവീൻ ചൗള US ഇലക്ഷൻ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏജൻസിയെ കുറിച്ച് എഴുതിയ ഒരു ആർട്ടിക്കിളാണിത്. US ഫെഡറൽ ഇലക്ഷൻ കമ്മീഷൻ അവരാണ് US ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഏജൻസി. പക്ഷെ അവർക്ക് ഇമൻസ് പവറുകളൊന്നുമില്ല. ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പോലുള്ള പവറുകളൊന്നും ഇല്ലാത്ത പവർലെസ് ആയിട്ടുള്ള ബോഡി ആയിട്ട് മാത്രമാണ് US ഫെഡറൽ ഇലക്ഷൻ കമ്മീഷൻ ആക്ട് ചെയ്യുന്നത് എന്നുള്ള പേരിൽ ആണ് ഈ നവീൻ ചൗള ഈ ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത്. എന്തായാലും അറിഞ്ഞിരിക്കുക, US ഇലക്ഷൻ നടന്ന US ഫെഡറൽ ഇലക്ഷൻ കമ്മീഷൻ ഒരു റോള് വഹിക്കുന്ന ഏജൻസിയാണ്. പൂർണ്ണമായിട്ടും അവരാണ് ഇലക്ഷൻ നടത്തുന്നതല്ല, അവിടെ അവർക്കൊരു റോളുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പൊ എന്തായാലും അത് ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. പിന്നെ അത് കഴിയുമ്പോ പിന്നെ ആ പേജിൽ വേറെ ഒന്നുമില്ല.
പിന്നെ നമ്മൾ അതിന്റെ താഴെ ലെറ്റേഴ്സ് ടു ദ എഡിറ്റർ ഉണ്ട്, അതൊന്ന് വായിച്ചോളാം എല്ലാവരും. അത് നിങ്ങൾക്ക് ഈ ന്യൂസുകളെ കുറിച്ച് ഒരു അവയർനെസ് കിട്ടാൻ സഹായിക്കും. ലെറ്റേഴ്സ് ടു ദ എഡിറ്റർ എന്ന് പറയുന്ന സംഭവം, അത് US പ്രസിഡന്റ് ഇലക്ഷനെ കുറിച്ചുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻസ് ആണ് ഈ ലെറ്റേഴ്സ് ടു ദ എഡിറ്ററിൽ നിന്ന് വന്നേക്കുന്നത്. അത് നിങ്ങൾ അതിനടുത്ത പേജിലേക്ക് പോകുന്നു. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ COVID-19 ക്ലൈമറ്റ് ആൻഡ് കാർബൺ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉണ്ട്. അതൊന്നും വായിക്കണ്ട, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വായിച്ചാൽ മതി. പിന്നീട് ഡിഫെൻഡിങ് ഡിഫറൻസസ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അതും നിങ്ങൾക്ക് വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അതൊക്കെ വായിച്ചു, പക്ഷെ അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ ടൈമില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറയുന്നില്ല. എന്തായാലും ആ 2 ആർട്ടിക്കിൾ താല്പര്യം ഉണ്ടെങ്കിൽ വായിച്ചാൽ മതി. അതിനടുത്തൊരു ആർട്ടിക്കിൾ ഉണ്ട്, ഏറ്റവും താഴെയായിട്ടുള്ള ന്യൂസ്, സ്ട്രാറ്റജിക് കംഫർട്ട് വിത്ത് ദ മാൽദീവ്സ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. സ്ട്രാറ്റജിക് കംഫർട്ട് വിത്ത് ദ മാൽദീവ്സ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ, മാൽദീവ്സ് എന്ന് പറയുന്ന കൺട്രി ഇന്ത്യയുമായിട്ട് പുലർത്തുന്ന റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് ആണ്. മാൽദീവ്സ് എന്ന് പറയുന്ന ഒരു സാർക്ക് കൺട്രിയാണ്. സാർക്ക് എന്ന് പറഞ്ഞാൽ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ, സാർക്ക് SAARC, സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ. സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷനിലെ ഒരു മെമ്പർ കൺട്രിയാണ് മാൽദീവ്സ്. ഇറ്റ് ഈസ് എ ടൈനി ആർച്ചിപ്പലാഗോ. ആർച്ചിപ്പലാഗോ എന്ന് പറഞ്ഞാല് 3 കളക്ഷൻ ഓഫ് ഐലൻഡ്സിനെയാണ് ആർച്ചിപ്പലാഗോ എന്ന് പറയുന്നത്. ARCHEPELAGO, ARCHEPELAGO, ആർച്ചിപ്പലാഗോ. ആർച്ചിപ്പലാഗോ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഐലൻഡ്സ് ആണ്. അപ്പോൾ മാൽദീവ്സ് എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് ഐലൻഡ്സ് ആണ്, വളരെ ചെറുതാണ്. അപ്പൊ അവർക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അവർ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അവർ സാർക്കിൽ ഒരു മെമ്പർ കൺട്രിയാണ്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ. 8 കൺട്രീസ് ചേർന്ന ഒരു ഗ്രൂപ്പാണ് സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ എന്ന് പറയുന്നത്. 8 കൺട്രീസ് ചേർന്നതാണ്. അതിൽ ഒരു കൺട്രി മാൽദീവ്സ് ആണ്, ഒരു കൺട്രി ഇന്ത്യയാണ്. പാകിസ്ഥാനും ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനും നേപ്പാളും ഭൂട്ടാനും ഒക്കെ അതിലെ മറ്റ് മെമ്പേഴ്സ് ആണ്. സൗത്ത് ഏഷ്യയിലെ മാത്രം കൺട്രീസ് ആണ് ആ ഗ്രൂപ്പിൽ ഉള്ളത്. സാർക്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നേപ്പാളിലെ കാഠ്മണ്ഡു ആണ്. സാർക്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നേപ്പാളിലെ കാഠ്മണ്ഡു ആണ്. അപ്പം അറിഞ്ഞിരിക്കുക, മാൽദീവ്സ് സാർക്കിലെ ഒരു കൺട്രിയാണ്. മാൽദീവ്സിന്റെ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹ് ആണ്. ഇബ്രാഹിം മുഹമ്മദ് സോലിഹ്, SOLIH, മാൽദീവ്സിന്റെ പ്രസിഡന്റ്. ഇനി നിങ്ങൾ അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഈ പേജ് സൗത്തിലെ സ്റ്റേറ്റുകളെ കുറിച്ചുള്ള ന്യൂസ് ആണ്. അതായത് തമിഴ്നാടിനെ കുറിച്ചുണ്ട്. TN വില്ലേജ് എക്സ്റ്റാറ്റിക് ഓവർ കമലാസ് വിക്ടറി എന്ന് പറഞ്ഞ് ഒരു ന്യൂസ് കാണാം. അത് തമിഴ്നാടിലെ ഒരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജിന്റെ പേര് തുളസീന്ദ്രപുരം എന്നാണ്. THULASENDRAPURAM, തുളസീന്ദ്രപുരം. തമിഴ്നാട്ടിലെ തുളസീന്ദ്രപുരം എന്ന് പറയുന്ന ഒരു വില്ലേജ് തിരുവരൂർ ഡിസ്ട്രിക്റ്റിലാണ്. ഇവിടെയാണ് കമല ഹാരിസിന്റെ ആൻസിസ്ട്രൽ ഹോം. അപ്പം അതിനെക്കുറിച്ച്, അതുകൊണ്ട് തുളസീന്ദ്രപുരം എന്ന് പറയുന്ന ഒരു വില്ലേജ് ഇപ്പൊ കുറച്ച് ഫേമസ് ആയി. അവരുടെ നാട്ടിൽ ജനിച്ചു വളർന്ന സ്ത്രീയാണ് ഈ കമല ഹാരിസിന്റെ അമ്മ. അപ്പൊ അവർക്ക് ആ വില്ലേജസ് വളരെ പ്രൗഡാണ് അതിനെക്കുറിച്ച്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ന്യൂസാണ്. പിന്നെ മറ്റു ന്യൂസുകളെല്ലാം തമിഴ്നാടിനെ കുറിച്ചും കേരളത്തിനെ കുറിച്ചും പിന്നീട് ആന്ധ്രയെ കുറിച്ചും ഒക്കെയാണ്. അവിടെ വേറെ ഒന്നും നമുക്ക് എഴുതിയെടുക്കാനൊന്നുമില്ല. അപ്പൊ എല്ലാ ദിവസവും ഈ പേജ് എന്ന് പറഞ്ഞാൽ 8th പേജാണ്. അവിടെ പേജ് നമ്പർ കൊണ്ട് 8ാമത്തെ പേജ് എല്ലാ ദിവസവും എന്തായിരിക്കും, സൗത്ത് സ്റ്റേറ്റുകളെ കുറിച്ചുള്ള പേജായിരിക്കും. അപ്പൊ അവിടെ വലുതായിട്ട് നമുക്കൊന്നും എഴുതിയെടുക്കാൻ കാണില്ല. അത് കഴിഞ്ഞ് 9ാമത്തെ പേജ് എന്ന് പറഞ്ഞാൽ മിക്കവാറും ഇന്ത്യയെ കുറിച്ചുള്ള ഒരു പേജായിരിക്കും. അതായത് സൗത്ത് കഴിഞ്ഞിട്ടുള്ള ഇന്ത്യ ഉണ്ടല്ലോ, അതിൽ നോർത്തും ഈസ്റ്റും വെസ്റ്റും ഒക്കെ വരും. പക്ഷെ ഇന്നത്തെ പത്രത്തില് ഈ 9th പേജില് ഫുൾ US പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചാണ്, കമല ഹാരിസിനെ കുറിച്ചൊക്കെയാണ്. കമല ഹാരിസിന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഇവിടെ കാണാം. കമല ഹാരിസിന്റെ റിലേറ്റീവ്സ് കമല ഹാരിസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കാണാം. ജോയ് ബിഡനെ കുറിച്ച് ന്യൂസ്, അതൊക്കെയാണ്. നമ്മൾ പ്രത്യേകിച്ച് അവിടെയും ഇന്നൊന്നും എഴുതിയെടുക്കാനില്ല. അപ്പം ആ പേജ് നമുക്കങ്ങ് വിടാം. അത് കഴിഞ്ഞിട്ട് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ബീഹാർ ഇലക്ഷന്റെ കൗണ്ടിങ്ങിനെ കുറിച്ചാണ് അടുത്ത പേജിൽ പറയുന്നത്. 10ാമത്തെ പേജില് ബീഹാർ ഇലക്ഷന്റെ കൗണ്ടിങ് നാളെ നടക്കുന്നു. ഞാൻ പറഞ്ഞു ബീഹാറിൽ ഇലക്ഷന്റെ കൗണ്ടിങ് നാളെയാണ്. ഇപ്പൊ ബീഹാറിന്റെ ചീഫ് മിനിസ്റ്റർ നിതീഷ് കുമാറാണ്. അദ്ദേഹം ജയിക്കാൻ ചാൻസ് കുറവാണ് എന്നാണ് ആ ന്യൂസുകളിലെല്ലാം പറയുന്നത്, എക്സിറ്റ് പോളിലൊക്കെ പറയുന്നത്. അപ്പൊ എന്തായാലും അത് പോട്ടെ. ബീഹാറിന്റെ ക്യാപിറ്റൽ ഒന്ന് എല്ലാവരും അറിഞ്ഞിരിക്കുക. ബീഹാറിന്റെ ക്യാപിറ്റൽ പറ്റ്നയാണ്. ബീഹാറിന്റെ ക്യാപിറ്റൽ പറ്റ്ന, PATNA. ബീഹാറിന്റെ ക്യാപിറ്റൽ പറ്റ്നയാണ്. പിന്നെ നോട്ട് ബാൻ ഓൺ കർബ്ഡ് ബ്ലാക്ക് മണി എന്ന് പറയുന്ന ന്യൂസ് കാണാം. നോട്ട് ബാൻ കർബ്ഡ് ബ്ലാക്ക് മണി എന്ന് പറയുന്ന ന്യൂസ് കാണാം. പ്രൈം മിനിസ്റ്റർ പറയുകയാണത് ഈ ഇന്ത്യയില്
2016 നോട്ട് ബാൻ നടന്നത്. 2016 നവംബർ 8 500 റുപ്പീസിന്റെയും 1000 റുപ്പീസിന്റെയും നോട്ടുകൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബാൻ ചെയ്തു. ഒരു മിഡ് നൈറ്റില് 1000 റുപ്പീസിന്റെയും 500 റുപ്പീസിന്റെയും നോട്ടുകൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബാൻ ചെയ്തു. ബാൻ ചെയ്ത ഡേറ്റ് എല്ലാവരും അറിഞ്ഞിരിക്കണം, നവംബർ 8 ആണ്. നവംബർ 8 2016 നവംബർ 8 ആകുമ്പോൾ ഇന്നലെ ആയപ്പോഴത്തേക്ക് 4 വർഷമായി നോട്ട് ബാൻ ഇന്ത്യയിൽ നടപ്പാക്കിയിട്ട്. അപ്പം അതിനെ കുറിച്ച് പറഞ്ഞിരിക്കാൻ, നോട്ട് ബാൻ ബ്ലാക്ക് മണിയെ കർബ് ചെയ്യാൻ, ബ്ലാക്ക് മണിയെ കൺട്രോൾ ചെയ്യാൻ ഗവൺമെന്റിന് സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. നോട്ട് ബാൻ ബ്ലാക്ക് മണിയെ കൺട്രോൾ ചെയ്യാനൊക്കെ സഹായിച്ചിട്ടുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. പക്ഷെ ഒരു കാര്യത്തിൽ ഗവൺമെന്റിന് അഭിമാനിക്കാം, ഇന്ത്യയുടെ എക്കോണമി കുറച്ചുകൂടെ ഫോമൽ ആയത് നോട്ട് ബാൻ ശേഷമാണ്. ഇപ്പൊ ഈ ഗൂഗിൾ പേ, എനിക്ക് ഫീസ് പേ ചെയ്യുന്ന മിക്കുള്ളവരും ഗൂഗിൾ പേ വഴിയാണ്. അപ്പൊ ഗൂഗിൾ പേ വഴി എനിക്ക് ഫീസ് കിട്ടി, ഫോൺ പേ വഴി കിട്ടി, അങ്ങനെ ഒരുപാട് സങ്കേതങ്ങൾ, അല്ലെങ്കിൽ ഭീം എന്ന് പറഞ്ഞ ആപ്പ് ഉപയോഗിച്ച് എനിക്ക് ഫീസ് കിട്ടാറുണ്ട്. അപ്പൊ ഇതൊക്കെ പോസിബിൾ ആയത് ആക്ച്വലി ഈ നോട്ട് ബാൻ വന്നതിന് ശേഷം തന്നെയാണ്. അപ്പൊ ഡിജിറ്റൽ പേയ്മെന്റ്സ് ഭയങ്കരമായിട്ട് ഇന്ത്യയിൽ കൂടുകയും അതുവഴി ബ്ലാക്ക് മണിയുടെ സർക്കുലേഷൻ കുറെയൊക്കെ കുറയ്ക്കാനും പറ്റിയിട്ടുണ്ട്. ഫോർമലൈസേഷൻ ഓഫ് എക്കോണമി കുറച്ചൊക്കെ നടന്നിട്ടുണ്ട്, അതുപോലെ എക്കോണമിയുടെ ഡിജിറ്റലൈസേഷനും കുറച്ചൊക്കെ നടന്നിട്ടുണ്ട്. അതൊക്കെയാണ് നോട്ട് ബാൻഡ് പിന്നീട് സക്സസ് എന്നേ പറയാൻ പറ്റൂ. അല്ലാതെ ബ്ലാക്ക് മണിയെ നോട്ട് ബാൻ കർബ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ശരിയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ ഇവിടെ ഇന്ത്യക്ക് ഒരു നാഷണൽ ഡിഫൻസ് കോളേജ് ഉണ്ട്. വെൻ ഡിഫൻസ് കോളേജ് ഫേസ് ദ ഫയർ ഇൻ എയർലി ഡേയ്സ് എന്ന് പറഞ്ഞ ന്യൂസ് കാണാം. ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന 2 മലയാളികളിൽ ഒരാളാണ് VK കൃഷ്ണമേനോൻ. അദ്ദേഹത്തിന്റെയൊക്കെ കാലത്താണ് ഈ നാഷണൽ ഡിഫൻസ് കോളേജ് സ്ഥാപിച്ചത്. എനിക്ക് പറയാനുള്ളത് നാഷണൽ ഡിഫൻസ് കോളേജ് എവിടെയാണെന്നാണ്. നാഷണൽ ഡിഫൻസ് കോളേജ് എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം. ന്യൂഡൽഹിയിലാണ് നാഷണൽ ഡിഫൻസ് കോളേജ്. ന്യൂഡൽഹിയിലാണ്. VK കൃഷ്ണമേനോൻ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററായ ആദ്യത്തെ മലയാളിയാണ്. ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രിയായ ആദ്യത്തെ മലയാളിയാണ് VK കൃഷ്ണമേനോൻ. അതിനുശേഷം AK ആന്റണിയും ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള മലയാളിയാണ്. ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള മറ്റൊരു മലയാളിയാണ് AK ആന്റണി. ഓക്കെ, പിന്നെ നമുക്ക് അവിടെ എഴുതിയെടുക്കാൻ അർണബ് ഗോസ്വാമിയെ കുറിച്ചൊരു ന്യൂസ് കാണാം. അർണബ് ഗോസ്വാമി 2018 ഒരു ചീറ്റിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ട്, ചീറ്റിംഗ് കേസ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ആത്മഹത്യ ചെയ്ത ഒരാള് അർണബ് ഗോസ്വാമിയുടെ കമ്പനിയായ റിപ്പബ്ലിക് TV ഉൾപ്പെടെയുള്ള പലരും അദ്ദേഹത്തിന് പൈസ കൊടുക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഫിനാൻഷ്യൽ ക്രൈസിസ് മൂലമാണ് സൂയിസൈഡ് ചെയ്യുന്ന ഒരു നോട്ട് എഴുതി വെച്ചിട്ട് അദ്ദേഹം സൂയിസൈഡ് ചെയ്തത്. അപ്പം 2018 ആ കേസ് അവസാനം പോലീസ് അന്വേഷിച്ചിട്ട് എവിഡൻസ് ഇല്ല എന്ന് പറഞ്ഞത് ക്ലോസ് ചെയ്തതാണ്. ഇപ്പൊ പക്ഷേ അർണബ് ഗോസ്വാമിയും മഹാരാഷ്ട്രയുടെ ഉദ്ധവ് താക്കറെ ഗവൺമെന്റും തമ്മിൽ വലിയ പ്രോബ്ലംസ് നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ എന്തായാലും ആ കേസ് റീഓപ്പൺ ചെയ്തിട്ട് അർണബ് ഗോസ്വാമി എന്ന് പറഞ്ഞ റിപ്പബ്ലിക് TVയുടെ ചീഫും ഇന്ത്യയിലെ സീനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റുകളിൽ ഒരാളും ആയിട്ടുള്ള ആളിനെ അറസ്റ്റ് ചെയ്തു. അത് ഇപ്പോഴും അദ്ദേഹം ജയിലിലാണ്. ഇതുവരെയ്ക്ക് അദ്ദേഹത്തിന് ജാമ്യമൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അതിനെ കുറിച്ചുള്ള ന്യൂസ് ആണ്. അർണബ് ഗോസ്വാമി ആരാണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഒരു സീനിയർ ജേർണലിസ്റ്റ് ആണ്, അറിഞ്ഞിരിക്കുക. അത് കഴിഞ്ഞ് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ കണ്ടോ, 11th പേജ് എല്ലാ ദിവസവും വേൾഡ് പേജ് ആണ് കണ്ടോ. ഞാൻ ഈ പേജസ് ഒക്കെ പറഞ്ഞു പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഹിന്ദു പത്രം എടുക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഈ 11ാമത്തെ പേജ് വേൾഡ് പേജ് ആണ്. അത് ചില ദിവസങ്ങളിൽ ചിലപ്പോൾ 12ാമത്തെ പേജ് ആയിരിക്കും. എന്നാൽ പോലും വേൾഡ് പേജിൽ വേൾഡിലെ കാര്യങ്ങൾ മാത്രമേ കാണുള്ളൂ. കണ്ടോ, ഇവിടെ നമുക്ക് ഇന്ത്യ റിലേറ്റഡ് ഒരു ന്യൂസും കാണാൻ പറ്റത്തില്ല. ജോസഫ് ബൈഡൻ അല്ലെങ്കിൽ ജോയ് ബൈഡനെ കുറിച്ചൊരു ന്യൂസ് കാണാം. US-ന്റെ പ്രസിഡന്റ് ആഫ്റ്റർ ഡിഫീറ്റ് ട്രംപ് വുൾസ് ഹൗ ടു കീപ് അപ്പ് ഫൈറ്റ്. ഡൊണാൾഡ് ട്രംപ് ഇനിയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, അദ്ദേഹം എങ്ങനെ ഇനിയും ഫൈറ്റ് ചെയ്യാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ന്യൂസ്. അത് രണ്ടും US-നെ കുറിച്ചാണ്. 3ാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് US ഗവൺമെന്റ് മസ്റ്റ് മേക്ക് അപ്പ് ഫോർ പാസ്റ്റ് മിസ്റ്റേക്സ്. ഇറാന്റെ പ്രസിഡന്റിന്റെ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇറാന്റെ പ്രസിഡന്റ് ആണ് ഹസൻ റൊഹാനി. അപ്പൊ ഇറാന്റെ പ്രസിഡന്റ് ആണ് ഹസൻ റൊഹാനി. ഇറാന്റെ ക്യാപിറ്റൽ ടെഹ്റാൻ ആണ്. ഇറാന്റെ പ്രസിഡന്റ് ഹസൻ റൊഹാനി. ഇറാന്റെ പ്രസിഡന്റ് ഹസൻ റൊഹാനി പറഞ്ഞിരിക്കുന്നു, US-ന്റെ പുതിയ ഗവൺമെന്റ്, അതായത് ജോയ് ബൈഡന്റെ നേതൃത്വത്തിലുള്ള നെക്സ്റ്റ് US ഗവൺമെന്റ് മസ്റ്റ് മേക്ക് അപ്പ് ഫോർ പാസ്റ്റ് മിസ്റ്റേക്സ്. പാസ്റ്റ് മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാല് ഡൊണാൾഡ് ട്രംപ് US-ലെ പ്രസിഡന്റായിട്ട് അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഇറാനുമായിട്ടായിരുന്നു. ഇറാനുമായിട്ട് ഒരു വാറിന്റെ ഏകദേശം അടുത്ത് വരെ US എത്തിയതായിരുന്നു. പക്ഷേ വാർ നടന്നില്ല. ഇറാൻ അഗെയിൻസ്റ്റ് ആയിട്ട് US ഒരുപാട് സാങ്ഷൻസ് ഏർപ്പെടുത്തി. അതിനുള്ള റീസൺ എന്ന് പറയുന്നത്, ഇറാൻ എന്ന് പറയുന്ന കൺട്രി ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യുന്നു, ഇറാൻ ന്യൂക്ലിയർ ആംസ് ഡെവലപ്പ് ചെയ്യുന്നു, ന്യൂക്ലിയർ ബോംബ് ഡെവലപ്പ് ചെയ്യുന്നു എന്നൊക്കെയുള്ള അലിഗേഷൻസിന്റെ ബേസിലാണ്. പക്ഷെ അതൊക്കെ അലിഗേഷൻസ് മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ IAEA എന്ന് പറഞ്ഞൊരു ഏജൻസി ഉണ്ട്. IAEA എക്സ്പാൻഷൻ പഠിച്ചു വെച്ചേക്കുന്ന IAEA-യുടെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി.
IAEA ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്ന് പറഞ്ഞ ഓസ്ട്രിയയുടെ ക്യാപിറ്റലായ വിയന്ന ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. IAEA ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി is an organization headquartered in Vienna, the capital of Australia. അവരാണ് ഡീൽ ചെയ്യുന്നത് വേൾഡിൽ ഓരോ കൺട്രീസിന്റെയും ന്യൂക്ലിയർ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതും അവിടെ എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ സെർച്ച് ചെയ്യുന്നതും ഒക്കെ ഈ IAEA ആണ്, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇറാനിൽ അത്തരത്തിലുള്ള ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളും നടക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ബട്ട് സ്റ്റിൽ US പ്രസിഡന്റ് ട്രംപ് ഇറാനിൽ ന്യൂക്ലിയർ ആംസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബ്സും ഒക്കെ ഒരു ഡെവലപ്പ് ചെയ്യുന്നുള്ള പേരിൽ ഇറാൻ അഗൈൻസ്റ്റ് ആയിട്ട് സാങ്ഷൻസ് ഏർപ്പെടുത്തി ഇറാനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇന്ത്യക്കും കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. കാര്യം ഇന്ത്യയുടെ ഒരു ഫ്രണ്ട് കൺട്രിയാണ് ഇറാൻ. ഇറാനിൽ ഇന്ത്യ കുറെ പ്രൊജക്ടുകളൊക്കെ നടപ്പാക്കാൻ ശ്രമിച്ചതാണ്. ഇറാനിലെ ഗ്യാസ് ഫീൽഡുകളിലും ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതുപോലെ ഇറാനിൽ ചബഹാർ എന്ന് പറഞ്ഞൊരു പോർട്ട് ഉണ്ട്, CHABAHAR, ചബഹാർ. ഇറാനിലൊരു പോർട്ടാണ് ചബഹാർ, CHABAHAR. ഈ ചബഹാർ പോർട്ടിൽ ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതൊക്കെ US ഈ സാങ്ഷൻസ് മൂലം ഒന്നുകിൽ വഴിയിൽ പകുതിയായി കിടക്കുന്നു അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി മുടങ്ങിപ്പോയി. ആ സിറ്റുവേഷനാണ്. അപ്പൊ എന്തായാലും അതിന് വേറെ പല റീസൺസ് ഉണ്ട്, എനിക്കത് പറഞ്ഞുകൊണ്ടിരിക്കാൻ ടൈം ഇല്ല. ഈ ഇറാൻ എന്ന് പറയുന്ന ഒരു ഷിയ മുസ്ലിം കൺട്രിയാണ്. US സുന്നി മുസ്ലിം കൺട്രിയായ സൗദി അറേബ്യയുടെ ഏറ്റവും വലിയ അലയൻസ് പാർട്ട്നേഴ്സിൽ ഒരാളാണ്. സൗദി അറേബ്യയുടെ ഏറ്റവും വലിയ എനിമി ആരെന്ന് വെച്ചാൽ അത് ഇറാനാണ്. മുമ്പ് അത് ഇസ്രായേൽ ആയിരുന്നു. ഇസ്രായേലൊക്കെ സൗദിയുടെ ഫ്രണ്ടാണ്. പക്ഷെ ഇറാൻ എന്ന് പറയുന്ന കൺട്രി ഇപ്പോൾ ഷിയ മുസ്ലിം കൺട്രി ആയതുകൊണ്ട് തന്നെ സുന്നി മുസ്ലിം കൺട്രിയായ സൗദിക്ക് ഭയങ്കര വെറുപ്പാണ്, എനിമിറ്റിയാണ്. അപ്പൊ സൗദിക്കൊപ്പം നിൽക്കുന്ന US സൗദിക്ക് വേണ്ടിയിട്ട് കൂടെയാണ് ഇറാൻ ദ്രോഹിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അപ്പൊ എന്തായാലും അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ടൈമില്ല, നമ്മൾ നിർത്താൻ ആകപ്പാടെ 9 പേരാണ് ഇപ്പൊ ലൈവിൽ ഉള്ളത്. അപ്പം ഞാൻ എന്തായാലും പെട്ടെന്ന് നിർത്താം. അപ്പൊ എന്തായാലും ഇറാന്റെ പ്രസിഡന്റ് ഹസൻ റൊഹാനി അറിഞ്ഞിരിക്കുക. എന്നിട്ട് മറ്റു ന്യൂസുകളിലേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ തൊട്ട് അയൽ രാജ്യങ്ങളിൽ ഒന്നായ മ്യാൻമർ, ഇന്ത്യയുമായിട്ട് ബൗണ്ടറി പങ്കിടുന്ന കൺട്രീസിൽ ഒന്നായ മ്യാൻമർ, ആസ് മ്യാൻമർ ഗോസ് ടു പോൾ സൂക്കി ഈസ് എക്സ്പെക്ടഡ് ടു വിൻ എന്നൊരു ന്യൂസ് കാണാം. അതായത് സൂക്കി എന്ന് പറഞ്ഞാൽ ആങ് സാൻ സൂക്കി ആണ്. ആങ് സാൻ സൂക്കി എന്ന് പറഞ്ഞാൽ മ്യാൻമറിന്റെ സ്റ്റേറ്റ് കൗൺസിലറാണ്. മ്യാൻമറിന്റെ പ്രസിഡന്റ് അല്ല, മ്യാൻമറിന്റെ സ്റ്റേറ്റ് കൗൺസിലറാണ്. മ്യാൻമറിന്റെ സ്റ്റേറ്റ് കൗൺസിലർ എന്ന് പറയുന്ന സ്ഥാനമാണ് മ്യാൻമറിലെ ഏറ്റവും വലിയ ലീഡറായ ആങ് സാൻ സൂക്കിക്കുള്ളത്. അപ്പോൾ മ്യാൻമർ ഇപ്പോൾ ഇലക്ഷൻ മ്യാൻമറിൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കുകയാണ്. ആ ഇലക്ഷനിൽ വീണ്ടും മ്യാൻമറിന്റെ സ്റ്റേറ്റ് കൗൺസിലറായിട്ട് ആങ് സാൻ സൂക്കി ഇലക്ട് ചെയ്യപ്പെട്ടു ഉറപ്പാണ്. അതിനെക്കുറിച്ച് ഒരു ന്യൂസ് ആണ്. ലീഡർ ആങ് സാൻ സൂക്കീസ് നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി ഈസ് എക്സ്പെക്ടഡ് ടു വിൻ എ സെക്കൻഡ് ടൈം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ സ്റ്റിൽ അവർക്ക് മുമ്പുള്ളത് പോലെ സപ്പോർട്ടൊന്നും ഇപ്പൊ ഇല്ല എന്നൊക്കെ ഉള്ളൊരു ന്യൂസും അവിടെ ഉണ്ട്. പിന്നെ അതൊക്കെയാണ്. അപ്പൊ മ്യാൻമർ ഇന്ത്യയുടെ ഒരു അയൽ രാജ്യമാണ്. മ്യാൻമറിൽ ഇലക്ഷൻ നടക്കുന്നു. മ്യാൻമറിന്റെ ക്യാപിറ്റൽ ഒന്ന് അറിഞ്ഞാൽ എഴുതിക്കോ, നെയ്പിതാവ് എന്നാണ് മ്യാൻമറിന്റെ ക്യാപിറ്റൽ. NAYPYITAW നെയ്പിതാവ്, മ്യാൻമറിന്റെ ക്യാപിറ്റൽ. ഈ മ്യാൻമറിലാണ് ഈ ഇടയ്ക്ക് വലിയ ഇഷ്യൂ ഉണ്ടായത്, രോഹിംഗ്യ മുസ്ലിം ഇഷ്യൂ. രോഹിംഗ്യ മുസ്ലിംസ് എന്ന് പറഞ്ഞ മുസ്ലിംസിന് മ്യാൻമറിൽ പീഡിപ്പിച്ചു. അവിടുത്തെ മെജോറിറ്റിയായ ബുദ്ധമതക്കാര്, അങ്ങനെ രോഹിംഗ്യ മുസ്ലിംസ് വേൾഡിലെ പല കൺട്രീസിലേക്ക് റെഫ്യൂജീസ് ആയിട്ട് പോകേണ്ടി വന്നു. അവർ ഇന്ത്യയിലും വന്നു. പക്ഷെ ഇന്ത്യയിലും അവർക്ക് ഗവൺമെന്റ് വലിയ ഹെൽപ്പൊന്നും കൊടുത്തില്ല. അതിനെക്കുറിച്ചൊക്കെ വലിയ ന്യൂസ് വന്നതാണ്. ഓക്കെ. പിന്നെ എത്യോപ്യ എന്ന് പറഞ്ഞ ആഫ്രിക്കൻ കൺട്രിയിൽ ഇപ്പൊ കുറെ ഇഷ്യൂസ് ഉണ്ട്. അതിനെ കുറിച്ചൊരു ന്യൂസ് ആണ്. എത്യോപ്യയുടെ പ്രൈം മിനിസ്റ്റർ ആണ് അബി അഹമ്മദ്. കഴിഞ്ഞ വർഷത്തെ നോബൽ പീസ് പ്രൈസ് എത്യോപ്യയുടെ പ്രൈം മിനിസ്റ്ററിനാണ് കിട്ടിയത്. എത്യോപ്യയുടെ പ്രൈം മിനിസ്റ്റർ അബി അഹമ്മദ്, ABIY അഹമ്മദ്, അബി അഹമ്മദ് ആണ് എത്യോപ്യയുടെ പ്രൈം മിനിസ്റ്റർ. അദ്ദേഹത്തിനായിരുന്നു കഴിഞ്ഞ വർഷത്തെ നോബൽ പീസ് പ്രൈസ്. അപ്പം അവിടെ ഇപ്പൊ കുറെ പ്രോബ്ലംസ് ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ന്യൂസ് ആണ്. ഇപ്പോഴത്തെ നോബൽ പീസ് പ്രൈസ് അല്ല ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ വർഷത്തെ നോബൽ പീസ് പ്രൈസ് ആണ് അബി അഹമ്മദിന് കിട്ടിയത്. ഇപ്രാവശ്യത്തെ നോബൽ പീസ് പ്രൈസ് കിട്ടിയത് FAO ഒക്കെ അല്ലായിരുന്നു. ഇപ്പോഴത്തെ നോബൽ പീസ് പ്രൈസ് ആർക്കായിരുന്നു അറിയാമോ? ഇപ്പോഴത്തെ നോബൽ പീസ് പ്രൈസ് അല്ലെങ്കിൽ സമാധാനത്തിൽ നോബൽ പ്രൈസ് കിട്ടിയത് എനിക്ക് തോന്നുന്നു ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ അല്ലേ, അത് വേൾഡ് ഫുഡ് പ്രോഗ്രാമിനാണെന്ന് തോന്നുന്നു. എന്തായാലും യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ഏജൻസിക്കാണ് ഇപ്രാവശ്യത്തെ നോബൽ പീസ് പ്രൈസ് കിട്ടിയത്, സമാധാനത്തിലുള്ള നോബൽ പ്രൈസ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വേൾഡ് ഫുഡ് പ്രോഗ്രാമിനാണെന്ന് തോന്നുന്നു. വേൾഡ് ഫുഡ് പ്രോഗ്രാം WFP എന്ന് പറയുന്ന ഒരു UN ഏജൻസി ഉണ്ട്, അവർക്കാണെന്നാണ് എന്റെ ഓർമ്മ ഇപ്രാവശ്യം. അതാണ് WFP, വേൾഡ് ഫുഡ് പ്രോഗ്രാം. ലക്ഷ്മി T പറഞ്ഞു ശരിയാണ്, അനന്തകൃഷ്ണൻ പറഞ്ഞു ശരിയാണ്, വേൾഡ് ഫുഡ് പ്രോഗ്രാം. അതെ.
ആദിരാജിയാർ. ഓക്കെ. അപ്പൊ എന്തായാലും ഇതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ വർഷത്തെ നോബൽ പീസ് പ്രൈസ് വിന്നർ ഇതായിരുന്നു, എത്യോപ്യയുടെ പ്രൈം മിനിസ്റ്ററായ അബിയ് അഹമ്മദ്. ഓക്കെ, അറിഞ്ഞിരിക്കുക. അപ്പൊ എത്യോപ്യയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പിന്നെ അത് കഴിയുമ്പോൾ ഫ്രാൻസും ഇസ്ലാമിക് വേൾഡുമായിട്ട് ഇപ്പൊ കുറെ പ്രോബ്ലംസിലാണല്ലോ. ഫ്രാൻസില് പ്രോഫറ്റ് കാർട്ടൂൺ വരച്ചു, ചാർലി ഹെബ്ദോ എന്ന് പറഞ്ഞൊരു മാഗസിൻ. അതിനുശേഷം ഫ്രാൻസിൽ ഒരു ടീച്ചറിന്റെ കഴുത്തറുത്ത് കൊന്നു. പിന്നെ ഫ്രാൻസിൽ കുറച്ച് ടെറർ അറ്റാക്സ് നടന്നു. അങ്ങനെയൊക്കെ ഫ്രാൻസ് പിന്നീട് അതിനുശേഷം ഇസ്ലാമിക് വേൾഡുമായിട്ട് വലിയ ഫ്രിക്ഷൻസിലായി. അപ്പൊ എന്തായാലും വേൾഡിൽ തന്നെ ഏറ്റവും വലിയ ഇസ്ലാമിക് കൺട്രീസിൽ ഒരു കൺട്രിയായ ഈജിപ്തിലേക്ക് അതിനുശേഷം ഈ ഫ്രഞ്ച് ഫോറിൻ മിനിസ്റ്റർ ഈ ടെൻഷൻസ് ഈസി ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അപ്പം അതൊന്നും നമുക്ക് വേണ്ട. ഈജിപ്തിന്റെ പ്രസിഡന്റ് ആരെന്ന് അറിഞ്ഞിരിക്കണം. ഈജിപ്തിന്റെ പ്രസിഡന്റ്. ഈജിപ്ത് ഒരു ആഫ്രിക്കൻ കൺട്രിയാണ്. ഈജിപ്തിന്റെ ക്യാപിറ്റൽ കെയ്റോ ആണ്. ഈജിപ്ത് ഒരു ആഫ്രിക്കൻ കൺട്രിയാണ്. ഈജിപ്തിന്റെ ക്യാപിറ്റൽ കെയ്റോ ആണ്. കെയ്റോ, CAIRO, കെയ്റോ ആണ് ഈജിപ്തിന്റെ ക്യാപിറ്റൽ. ഈജിപ്തിന്റെ പ്രസിഡന്റ് അബ്ദൽ ഫത്ത അൽ സിസി ആണ്. ABDEL അബ്ദൽ ഫത്ത, FATTH, ഫത്ത അൽ AL അൽ ഹൈഫനറ്റ് SISI അൽ സിസി, അബ്ദൽ ഫത്ത അൽ സിസി ഈജിപ്തിന്റെ പ്രസിഡന്റ് ആണ് അബ്ദൽ ഫത്ത അൽ സിസി, അറിഞ്ഞിരിക്കുക. പിന്നീട് ഇപ്പോ റിലേഷൻഷിപ്പ് നോർമലൈസ് ചെയ്ത രണ്ട് രാജ്യങ്ങളാണ് UAEയും ഇസ്രായേലും. ഫസ്റ്റ് പ്ലെയിൻ വിത്ത് ഇസ്രായേലി ടൂറിസ്റ്റ് ലാൻഡ്സ് ഇൻ UAE എന്നൊരു ന്യൂസ് കാണാം. അതായത് ബദ്ധ ശത്രുക്കളായിരുന്നു രണ്ട് രാജ്യങ്ങളാണ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും അതുപോലെ ഇസ്രായേലും. പക്ഷെ ഇപ്പം സൗദി അറേബ്യയുടെ ബ്ലെസ്സിങ്സോടുകൂടി ഇസ്രായേലും UAEയും തമ്മിൽ ഇപ്പൊ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇസ്രായേലി ടൂറിസ്റ്റുകളൊക്കെ UAEയിൽ വന്നു തുടങ്ങി എന്നൊരു ന്യൂസ് കാണാം. അപ്പൊ ഈ ഇടയ്ക്ക് ഇസ്രായേലുമായിട്ട് റിലേഷൻഷിപ്പ് നോർമലൈസ് ചെയ്ത മുസ്ലിം കൺട്രി ഒരെണ്ണം UAE ആണ്. രണ്ടാമത്തെ കൺട്രി ഒമാൻ ആണെന്നാണ് എന്റെ ഓർമ്മ. ഫസ്റ്റ് കൺട്രി UAE ആണ്. സെക്കൻഡ് കൺട്രി ഓർമ്മയുള്ളവരെന്ന് കമന്റ് ചെയ്തേ. സെക്കൻഡ് കൺട്രി. ഫസ്റ്റ് കൺട്രി UAE ആണ്. UAE ഒമാനും ആണെന്നാണ് എന്റെ ഓർമ്മ. ഇസ്രായേലുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നോർമലൈസ് ചെയ്ത ഗൾഫ് രാജ്യങ്ങൾ. ഓക്കെ, ഇനി അടുത്ത പേജിലേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് എഴുതിയെടുക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒരു ന്യൂസ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഈ കൊറോണ പ്രമാണിച്ച് കൊറോണയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് IRDAI, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, IRDAI എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ഇൻഷുറൻസ് സെക്ടറിലെ റെഗുലേറ്ററാണ്. ഇന്ത്യയുടെ ഇൻഷുറൻസ് സെക്ടറിലെ റെഗുലേറ്ററായ IRDAI, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, കൊറോണയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊറോണ കവച് എന്ന് പറയുന്ന പിന്നീട് ഒരു ഇൻഷുറൻസ് പ്രോഡക്റ്റ് അവതരിപ്പിച്ചിരുന്നു. അതിനെ കുറിച്ചൊരു ന്യൂസ് ഇവിടെ ഉണ്ട്. അപ്പൊ അത് ജസ്റ്റ് നടന്നിരിക്കുക. കൊറോണ കവച് എന്ന് പറയുന്ന ഒരു പിന്നീട് ഒന്നല്ല, കൊറോണ കവച് കൊണ്ട് വേറൊരു സംഭവമുണ്ട്. അതിന് അതന്നെ കൊറോണ കവച് ആൻഡ് കൊറോണ രക്ഷക്. ഒന്ന് അറിഞ്ഞിരിക്കുക. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, IRDAI, ഇന്ത്യസ് ഇൻഷുറൻസ് റെഗുലേറ്റർ. ഇന്ത്യയിൽ ഇൻഷുറൻസ് സെക്ടറിന്റെ റെഗുലേറ്റർ ആണെന്ന് ഏതെങ്കിലും എക്സാമിന് ഒരുപാട് എക്സാംസിൽ ചോദിച്ചിട്ടുണ്ട്. IRDAI ആണ് ഇൻഷുറൻസ് റെഗുലേറ്റർ ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത കൊറോണയ്ക്ക് വേണ്ടി മാത്രമുള്ള ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ പറയുക കൊറോണ കവചും പിന്നീട് കൊറോണ രക്ഷകും. കൊറോണ കവച് ആൻഡ് കൊറോണ രക്ഷക്. അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ IPL കുറിച്ചാണ്. IPLന്റെ ഫൈനൽ മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റലും തമ്മിലാണ്. അത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. IPLന്റെ ഫൈനൽ മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലാണ്. പിന്നെ അതുപോലെ ഫീമെയിൽ T20 ചലഞ്ച് നടക്കുന്നുണ്ട്. ഫീമെയിൽ T20 ചലഞ്ചിൽ ഫൈനൽ സൂപ്പർ നോവാസും ട്രെയിൽ ബ്ലേസേഴ്സും തമ്മിലാണ്. സൂപ്പർ നോവാസ് എന്ന് പറഞ്ഞ ടീം ഇന്ത്യയുടെ T20 ടീമിന്റെ ക്യാപ്റ്റനായ ഹർമൻപ്രീത് കൗറിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ്. ഇന്ത്യയുടെ T20 ടീമിന്റെ ക്യാപ്റ്റനാണ് ഹർമൻപ്രീത് കൗർ. ഇന്ത്യയുടെ ഫീമെയിൽ T20 ടീമിന്റെ ക്യാപ്റ്റനാണ് ഹർമൻപ്രീത് കൗർ. ഇവിടെ കാണാം നിങ്ങൾക്ക് HARMANPREET, ഹർമൻപ്രീത് കൗറിന്റെ ടീമാണ് സൂപ്പർനോവ. ട്രെയിൽ ബ്ലേസേഴ്സ് എന്ന് പറഞ്ഞ ടീം സ്മൃതി മന്ദാനയുടെ ടീമാണ് ട്രെയിൽ ബ്ലേസേഴ്സ്. ഇവർ തങ്ങളിലാണ് ഫൈനൽ നടക്കാൻ പോകുന്നത്. വിമൻ T20 ചലഞ്ചിന്റെ മെയിൽ T20 ചലഞ്ചായ IPL, ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഫൈനല് മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലാണ്. അതുപോലെ വേൾഡിലെ 5th റാങ്ക്ഡ് ടെന്നീസ് പ്ലെയർ ആയ ഡാനിൽ മെഡ്വദേവ്, വേൾഡിലെ 5th റാങ്ക്ഡ് ടെന്നീസ് പ്ലെയർ ആണ് ഡാനിൽ മെഡ്വദേവ്. ഈ ഫോട്ടോയിൽ കാണുന്ന ഡാനിൽ, DANIL
DANIL, Daniil Medvedev, MEDVADEV, Daniil Medvedev, റഷ്യക്കാരനായ ടെന്നീസ് പ്ലെയർ ആണ്. അദ്ദേഹം വേൾഡിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെന്നീസ് ടൂർണമെന്റ് പാരീസ് മാസ്റ്റേഴ്സ് ടൈറ്റിൽ വിൻ ചെയ്തു. പാരീസ് മാസ്റ്റേഴ്സ് ടൈറ്റിൽ എന്ന് പറയുന്ന ടെന്നീസ് ടൂർണമെന്റ് ആര് വിൻ ചെയ്തു? ഡാനിൽ മെഡ്വദേവ് റഷ്യക്കാരനാണ്. വേൾഡിലെ 5th റാങ്ക്ഡ് ടെന്നീസ് പ്ലെയർ ആണ്. അദ്ദേഹം. പിന്നീട് ഇത്രയുമാണ് ഇന്നത്തെ ഹിന്ദുവിൽ നമുക്ക് നോക്കാനുള്ള കാര്യങ്ങള്. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. കണ്ടോ, ഞാനിപ്പോ എത്ര പെട്ടെന്ന് എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് തീർന്നു. അപ്പോ നിങ്ങൾക്ക് ഹിന്ദു ന്യൂസ് പേപ്പർ സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരു ശീലം ഉണ്ടായി കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് റീഡ് ചെയ്യാം. ഞാനിത് എല്ലാ ദിവസവും രാത്രി ഇതുപോലൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 45 minutes ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് ഹിന്ദു അണ്ടർസ്റ്റാൻഡ്. ഇനി നിങ്ങൾ ഇന്ന് രാത്രി തന്നെ പറ്റുമെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഇന്നത്തെ ഹിന്ദു പത്രം ഒന്ന് എടുത്ത് ഒരു 1 hour ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് ഡേയിൽ 1 hour മതി. അങ്ങനെ തുടർച്ചയായിട്ട് ഒരു കുറെ ദിവസങ്ങൾ 1 hour വായിക്കുക. പിന്നീട് ഇതൊരു 2 hours ഒക്കെ ആയിട്ട് കണ്ടിന്യൂ, പിന്നെ ആ ഒരു ടൈം എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പം അതുവഴി നിങ്ങളുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ആവും, നിങ്ങളുടെ കറണ്ട് അഫയേഴ്സ് ഇംപ്രൂവ് ആവും. ഐ ക്യാൻ ഗ്യാരണ്ടി ദാറ്റ് ടു യു. അത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. സോ പ്ലീസ് ഡു ദാറ്റ്. അങ്ങനെ നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതിയെടുക്കാൻ കപ്പാസിറ്റി ഉള്ള കാലിബർ ഉള്ള ആൾക്കാരായിട്ട് മാറട്ടെ. ലക്ഷ്മി, ഓക്കെ ലക്ഷ്മി, അത് നിങ്ങൾക്ക് അതിനുള്ള പ്രേരണ കിട്ടണം. ഇന്ന് രാത്രി തന്നെ ആഫ്റ്റർ ദിസ് ക്ലാസ് യു ഷുഡ് ഗോ ടു യുവർ റൂം, സ്റ്റഡി റൂം, ആൻഡ് ടേക്ക് എ ഹിന്ദു ന്യൂസ് പേപ്പർ, ഐദർ printed Hindu newspaper or an e-paper, and read it at least for 1 hour. If possible, you extend that time to 2 hours, but minimum 1 hour you should read, and you can feel the difference after 1 or 2 months. That I can assure you, no doubt in that. അതുവഴി നിങ്ങൾ ഉറപ്പായിട്ടും കോമ്പറ്റേറ്റീവ് എക്സാംസിന് വലിയ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഡെയിലി നമുക്കിത് ചെയ്യാം. അറ്റ്ലീസ്റ്റ് വർക്കിംഗ് ഡേയ്സിലെങ്കിലും, ഹോളിഡേയ്സ് ആയിട്ടുള്ള സൺഡേ പോലുള്ള ദിവസങ്ങൾ ഒഴിച്ച്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ വെറുതെ ടൈം കളയുന്നില്ല. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നന്നായിട്ട് പഠിക്കും എല്ലാവരും. ഓക്കെ, ലക്ഷ്മി വെൽക്കം, അവിനാഷ് ചന്ദ്ര വെൽക്കം, ഗൗതം വെൽക്കം, രേവതി വെൽക്കം,